ബി.ജെ.പി. വിരോധം കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ തൃശൂർ കോർപ്പറേഷൻ ഉപയോഗിക്കുന്നില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി നടത്തിയ കോർപ്പറേഷൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരേഷ് ഗോപി നടപ്പിലാക്കിയ 4-1 വികസന പദ്ധതികൾ കേരളത്തിലെ മറ്റ് എംപിമാർ നടപ്പിലാക്കിയിട്ടില്ലെന്നും എം.ടി. രമേശ് പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എംപിയുടെ ഫണ്ട് വഴിയുള്ള കോടികളുടെ വികസന പദ്ധതികൾ തൃശൂർ കോർപ്പറേഷൻ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസ് വളഞ്ഞത്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച ഉപരോധ സമരം ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട വികസന പദ്ധതികൾ ഇടത് വലത് മുന്നണികൾ ഒന്നിച്ചു നിന്ന് ഇല്ലാതാക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ സമരത്തിനെല്ലാം ആധാരമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം അത് ശരിയായി നഗരസഭകൾ വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. വികസനത്തിന് പണമില്ല എന്ന് ഒരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി നഗരവികസനത്തിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ചെലവാക്കാത്ത പണം ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിയണമെന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ 6 നഗരസഭകൾക്ക് മുന്നിലും ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 2 മാസക്കാലത്തിലേറെയായി നിരന്തരമായിട്ടുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി എം പി മുന്നോട്ട് വയ്ക്കുന്ന വികസന പദ്ധതികൾ തനിക്കറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴുകിയാണ് മേയർ. ഏതെങ്കിലും വികസന പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാനുമായിട്ട് ഇതുവരെ മേയർ, സ്ഥല എം പിയും കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയെ സമീപിച്ചിട്ടില്ലെന്നും എം.ടി. രമേശ് ആരോപിച്ചു. തുടർന്ന് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോപകുമാർ, സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.ആർ. ഹരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനം, തൃശൂർ.